ഹായ് ഗെയ്സ്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് 10ാം ഉദയമാണ്, കൃഷിക്കാരുടെ പ്രിയപ്പെട്ട ദിവസം. കൃഷി ചെയ്യുന്നവരെല്ലാവരും ഈ 10ാം ഉദയത്തിനെ കുറിച്ച് ഓർമ്മിക്കും. എന്തെന്നാൽ കൃഷിക്കാരുടെ ഒരു ദിവസമാണ് ഇന്ന്. ഇനി തൊട്ട് നമുക്ക് മഴയൊക്കെ ഇഷ്ടം പോലെ കിട്ടി നല്ല കൃഷിയും വിളവെടുപ്പിനും എല്ലാ സൗകര്യവും ഉണ്ടാവുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു പ്രധാന ദിവസമാണ് 10ാം ഉദയം. നമുക്കതുകൊണ്ട് ഇന്ന് കുറച്ചൊക്കെ നടാം. കൃഷിക്കാരെല്ലാം ഇന്ന് ഏകദേശം കായ്കളും കനികളും കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ശേഖരിച്ച് വെച്ച് ഇന്നാണ് നടണത്. അത് നമുക്കിന്ന് നടാം. എന്താണ് ഞാൻ നടാൻ പോണത് കാണിച്ചു തരാം. ചെറിയ രീതിയിൽ, വലിയ കൃഷിക്കാർ നടും പോലെയൊന്നുമല്ല, ഒരു ചെറിയ രീതിയിൽ സാധാ വളം വെച്ച് ചെയ്യാനാണ്. എല്ലാവർക്കും ഇപ്പം ചാണകം, കോഴിക്കാരവും പിന്നെ എല്ലുപൊടിയും മറ്റു മറച്ചതൊന്നും കിട്ടിയെന്ന് വരില്ല. നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കരിയില. ആ കരിയില കൊണ്ടാണ് ഞാനിന്ന് കൃഷി ചെയ്യുന്നത്. വരും, കാണിച്ചു തരാം. ഇത് കണ്ടോ, ചാക്കിൽ നിറയെ ഞാൻ ഇന്നലെ തൂത്തുവാരി കരിയില വെച്ചു. ഇതാ കണ്ട, മൊത്തം വെറും ഇതാ കരിയിലാണ്, വെയിറ്റ് ഒന്നുമില്ല. കണ്ട, ഇതാകുമ്പോൾ നമുക്ക് എവിടെയും കിട്ടുന്ന ഒരു സാധനമാണ് കരിയില. ഇതുപോലെ തൂത്തുവാരുന്ന കരിയിലയോ ഇല്ല മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നോ ഒരു ചാക്ക് കൊണ്ട് എവിടെ ചെന്നാലും നമുക്കിത് വാരിയെടുത്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഇത് കരിയില ഇത്രയും പകുതിയോളം വയ്ക്കണം. വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അമർത്തി താഴ്ത്തി വെച്ചതിന് ശേഷം ആദ്യം നമ്മൾ ഇതിലോട്ട് ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കണം. നല്ല മണ്ണാണ് കണ്ട, ഞാൻ ഇത് കൃഷി ചെയ്തിരുന്ന മണ്ണ് വാരി വെച്ചിരുന്നതാണ്. കണ്ട, അതാണ് ഇത്ര നല്ലതായിട്ടിരിക്കുന്നത്. കട്ടയും കല്ലും ഒന്നും ഇല്ലാത്ത നല്ല മണ്ണാണ്. പ്ലാസ്റ്റിക്കോ മറ്റുള്ള ഒന്നും ഇടരുത്. ഇതാ അഴുവി ഇലയും നല്ല മണ്ണ്. ഇനി ഇതത്രയും അഴുവി അങ്ങ് ഈ ഇല അങ്ങ് താഴും, അപ്പോൾ നല്ല ഒരു വളമാവും. ഇതിലോട്ട് ഞാനിപ്പോൾ നടാൻ ഉദ്ദേശിക്കുന്നത് തക്കാളി ഞാൻ കുറച്ച് വിത്തെടുത്ത് പൊടിപ്പിച്ച് അതിൽ നിന്ന് ഇളക്കി പല സൈഡിലും നട്ടു. കുറച്ച് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഈ രീതിയിൽ വലിയ വളക്കൂട്ടൊന്നും ഇല്ലാതെ ഈ രീതിയിൽ നട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തി തരാനാണ് ഇന്നിങ്ങനെ ഇപ്പം ഈ ഒരു വീഡിയോ എടുത്തത്. വരും, ഇതിനകത്ത് ഞാൻ മണ്ണ് നിറച്ച് ഇതുപോലെ അടിയിൽ കരിയിലൊക്കെ ഇട്ട് ഇതിനകത്ത് കുറേ തക്കാളി കൊണ്ടുവന്ന് അതിൻ്റെ കുരുക്കൾ ഇതിനകത്ത് പാവിയിട്ടായിരുന്നു. അതെല്ലാം പൊടിച്ചതിന് ഞാൻ ഇന്നലെ അവിടെയൊക്കെ ഇളക്കി നട്ട് കുറച്ചൊക്കെ. ഇത് നിങ്ങൾക്ക് കാണിച്ചത് നടാൻ വേണ്ടി കുറച്ച് ഞാൻ ഇവിടെ വിട്ടിരിക്കുകയാണ്. ഇതിനെ ഇളക്കിയെടുക്കാം. ഭയങ്കര ചൂട് സമയമാണ്, കാറ്റൊന്നും വലുതായിട്ടില്ല. കാറ്റുണ്ടായിരുന്നു ഇങ്ങനെ. മണിച്ചിക്കാറ്റേ നുണച്ചിക്കാറ്റേ മയിലാടും കുന്നിലേ കൊതിച്ച് കാറ്റേ ഉണ്ണാൻ വാ ഉറങ്ങാൻ വാ ഊഞ്ഞാലാടാൻ വാ മണിച്ചിക്കാറ്റേ. ഇട്ടിരിക്കാൻ തളികയുണ്ടോ, ഉണ്ടല്ലോ പൊൻതളിക, ഇരുന്നുണ്ണാൻ തളികയുണ്ടോ, കിടന്നുറങ്ങാൻ മെത്തയുണ്ടോ, ഉണ്ടല്ലോ പൂമെത്ത, ഉണ്ടല്ലോ പൂമെത്ത, പമ്പയിലെ മീനുണ്ടോ, പുളിശ്ശേരി കറിയുണ്ടോ, ഉണ്ണാൻ പുന്നലരി ചോറുണ്ടോ. അങ്ങനെ നട്ട് കഴിഞ്ഞ് ഇനിയാണ് ഈ കൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചോറുണ്ണാൻ. പുന്നലരി ചോറ് തന്നെയാണ്. കാറ്റൊന്നുമില്ല കേട്ടോ, അതാണ് കാറ്റിനെ വിളിച്ചത്. കാറ്റ് വന്നിരുന്നെങ്കിൽ നല്ല സുഖമായിട്ട് ഇതൊക്കെ നടായിരുന്നു. ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതാ തക്കാളി നട്ടു. ഇത് ഇന്നലെ നട്ടു വെച്ചതാണ്. ഇതേ തൈയാണ് ഇത്. ഇന്ന് കണ്ട ഇത് നട്ടു. ഇനി ഇതിന് കുറച്ച് പൊത കൂടെ വച്ചു കൊടുക്കണം. ഞാൻ പെട്ടെന്ന് വെയിലായിട്ട് ഇത് വാടാതിരിക്കാൻ വേണ്ടി കുറച്ച് പൊത വച്ചു കൊടുക്കണം. ഒന്നാമത് ഇപ്പോൾ വെയിലത്താണ് നടണം. സാധാരണ നിങ്ങൾ സമയം കിട്ടുമെങ്കിൽ വൈകുന്നേരങ്ങളിൽ നടണം കേട്ടോ. വൈകുന്നേരമാണ് ഏതും പറിച്ച് നടാൻ നല്ലത്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരമായ വെയിലില്ല, അന്നത്തെ രാത്രിത്തെ മുഴുവൻ തണൽ ഏൽക്കുമ്പോൾ അതിനൊത്തിരി ശക്തി വരും. മറ്റേ ഈ വെയിലത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോവും. അതുകൊണ്ട് കഴിയണതും ഈ വെയിലത്ത് നടരുത്, തണലത്ത് നടണം. ഇല്ലെങ്കിൽ വെളുപ്പാ രാവിലെ നടണം. അങ്ങനെ നടേണ്ടത്. ഇപ്പോൾ എൻ്റെ സാഹചര്യം ഇതായതുകൊണ്ടാണ് ഞാനിപ്പോൾ നട്ടത്. കുറച്ച് പൊത ഇട്ട് കൊടുക്കാം. കുറച്ച് പൊത വച്ച് വെള്ളം കൂടെ കഴിച്ചു.
അപ്പോൾ ഇതിവിടെ നിന്ന് അങ്ങ് പൊടിച്ചോളൂ. ഇനി വേറൊരു സാധനം കൂടി നട്ട് കാണിച്ചു തരാം കേട്ടോ. ചീനിക്കിഴങ്ങ് ഞാനത് വെട്ടിയെടുത്തായിരുന്നു. അതിന് കുറച്ച് കിഴങ്ങും കിട്ടി. ഞാനത് കാണിച്ചു തന്നില്ലേ. ഇന്നത് നടണം. അതെങ്ങനെയാണ് നടുന്നതും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു വലിയ ബാത്ത് കുളിക്കുന്ന ഒരു കുളിമുറിയിലേക്ക് വയ്ക്കുന്ന ഒരു സാധനമാണ്. ഇത് പഴയതായി ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേസ്റ്റ് ആക്കണ്ട, ഇതിൽ നടാം. ഇതുപോലെ വേറെ ഒന്ന് ഞാൻ അവിടെ നട്ടു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഒത്തിരി കോളിഫ്ലവറൊക്കെ നട്ട് ഞാൻ എടുത്തത് വെച്ചാൽ ഇത്രയും വിശാലമായ സ്ഥലമാകുമ്പോൾ നമുക്ക് ഒത്തിരി 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 കായ്കളും ഫലങ്ങളും ഒക്കെ കിട്ടും, നട്ടെടുക്കാൻ സാധിക്കും. ഇത് ഇതാക്കണ്ട, ഇതിൻ്റെ അടിയിലൊക്കെ ഒന്നും കയറി ഇരിക്കാതിരിക്കാൻ വേണ്ടി കല്ലൊക്കെ വെച്ച് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ വല്ല പാമ്പോ വല്ലതൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറിയിരിക്കും. അത് കയറാതിരിക്കുന്ന അടിഭാഗമൊക്കെ കാണാൻ വേണ്ടി ഇതുപോലെ പൊക്കി വെക്കണം. പൊക്കി വെച്ചിട്ട് ഞാനിതാ ഇതുപോലെ ആദ്യം അടിയിൽ ശുശിരം ഉണ്ടായിരുന്നു. ആ ശുശിരത്തിനെയൊക്കെ അടച്ചു വെച്ചതിന് ശേഷം ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ കരിയില വാരിയതാ, നിറച്ച് കരിയില കണ്ട. കരിയിലയും തൊണ്ടും വേസ്റ്റും ഇവിടെ കിടന്ന എല്ലാ ചപ്പ് ചവറുകളും വാരി 2 ലെയർ മണ്ണിട്ട് ഇതാ നിറച്ച് വെച്ചു കണ്ട. ഇനി ഇതിലോട്ട് 1 ലെയർ മണ്ണൂടെ ഇട്ട് കൊടുക്കാം. ഇതിനാകുമ്പോൾ നമ്മൾ ഈ വിപുലമായ രീതിയിൽ മറ്റുള്ള വളക്കൂട്ടുകളൊന്നും വേണ്ട. ആദ്യം ഞാൻ കാണിച്ചു തന്നതുപോലെ ചാണകവും കോഴിക്കാരവോ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അങ്ങനെയുള്ള ഇല്ലാത്തവർക്കും ഇത് നടാം. ഇതിന് ഈ ചവറുകൾ തന്നെ കിടന്ന് ദ്രവിച്ച് നല്ല വളമായി മാറും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്താലും മതി. മറ്റുള്ള വളങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സാധാരണ ഇങ്ങനെ ഏത് കൃഷിയും ഏത് പച്ചക്കറി ആയാലും ശരി ഇതുപോലെ നടാം. ഞാനിപ്പോൾ ഇവിടെ ചീനിക്കിഴങ്ങാണ് നടാൻ പോകുന്നത്. മണ്ണാണ് ഇതുപോലെ നമ്മൾ മണ്ണ് വാരി തട്ടി കൊടുക്കണം. കുറേ ഇവിടെ മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ടതിന് ശേഷം ഇത് ചാരം മിക്കവരെ വീട്ടിലും കാണും. അടുപ്പ് കത്തിക്കാൻ നമുക്ക് ചാരം ഇഷ്ടംപോലെ കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ചാരം അതും ഉണ്ടെങ്കിൽ മതി. ഇതുപോലെ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ മണ്ണിടാം. മണ്ണിട്ടൊന്ന് നിരത്തി കൊടുത്താൽ ഇതായി. ഇനി ഏത് വളം കിട്ടണത്, നമ്മൾ ഈ മീൻ കഴുകണതോ ചിക്കൻ കഴുകണതോ ഇതുപോലുള്ള വേസ്റ്റുകൾ ഇതൊക്കെ ഇതിൻ്റെ മൂട്ടി കൊണ്ടൊന്ന് കുഴിച്ചിട്ടാൽ മതി. അത് കൊടുമൂട്ടി കുഴിച്ചിടരുത്. പാകങ്ങളിൽ ചുറ്റും ദൂരെ കൊടുമൂട്ടിലിട്ടാൽ ചിലപ്പോൾ തണ്ട് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. കൊടുമൂട്ടിലിടാതെ കുറച്ച് ദൂരെയായിട്ട് അത് നമ്മൾ കൊണ്ട് കുഴിച്ച് മൂടി കൊടുക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ള പ്രാണികളോ രാത്രി പെരിച്ചാഴിയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തോണ്ടാൻ സാധ്യതയുണ്ട്. ഇത് കണ്ട ചീനിവള്ളി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കണ്ട നല്ല പാകമുള്ളത് നമ്മൾ നട്ടു കൊടുക്കണം. ഈ 2 കൈ വീതം എടുത്ത് ഞാൻ ഓരോ കുഴിയായിട്ട് ഇങ്ങനെ മാന്തി കൈ കൊണ്ടൊന്ന് മാന്തി കൈ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ മാന്തിയതിന് ശേഷം ഇങ്ങനെ അങ്ങ് നട്ടു കൊടുത്താൽ മതി. അങ്ങനെ ഇതിൽ മൊത്തം നടാം. ഇത് 3.5 മാസമാകുമ്പോൾ നമുക്കിതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. അങ്ങനെ കണ്ട 2 വരിയായിട്ട് അത്രയും നട്ടു. ഇനി കുറച്ച് വെള്ളം തളിച്ച് പൊത ഇട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി ഇന്ന് കഴിഞ്ഞു. ഇനി ഇതുപോലെ തൂത്ത് വാരി ചവർ കൊണ്ടിടേ വരം കണ്ടിടേ എന്ത് വേണം ചെയ്യാം. നമ്മൾ പൊത ഇട്ട് കൊടുക്കണം കേട്ടോ. എന്ത് നട്ടാലും നമ്മൾ ആദ്യം നടുമ്പോൾ ഒരു 2-3 ദിവസത്തേക്ക് അതിന് തണൽ കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പം നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരിയില ഇതുപോലെ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് പൊത ഇട്ട് കൊടുക്കണം. പൊടിച്ചതിന് ശേഷം എടുത്ത് അസൗകര്യമാണെങ്കിൽ ഇതെടുത്ത് മാറ്റിക്കളയുക. അല്ലെങ്കിൽ ഇതങ്ങനെ തന്നെ ഇരിക്കുക. ഒന്ന് ഇതിൻ്റെ സൈഡുകളിലോട്ടൊക്കെ ആക്കി വെച്ച് കൊടുത്താൽ മതി. ഇതിവിടെ ഇരുന്ന് അങ്ങനെ പൊടിച്ച് റെഡിയാക്കിക്കോളാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയും ഷെയർ ചെയ്യാതെ ലൈക്ക് ചെയ്യാതെയൊക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, ബെൽ ബട്ടൺ അമർത്തണം. എല്ലാം ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നു. അതുവരെ